ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ PYQ ഡിസ്കഷൻ്റെ 16ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ LDC 2024 ആലപ്പുഴ പാലക്കാട് ജില്ലയിലെ ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. തുടക്കക്കാരായ ഉദ്യോഗാർത്ഥിക്ക് പോലും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് വരാവുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ SCRT NCRT ഫാക്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് അല്പം കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരിക്കും. 2025 എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ AV കുട്ടിമാളുവമ്മ, ഓപ്ഷൻ ബി D സുനന്ദാമ്മ, ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ, ഓപ്ഷൻ ഡി ആനി മസ്കറിൻ. ഓക്കെ, നമുക്കിതിൻ്റെ ഉത്തരം അപ്പം തന്നെ കിട്ടും, കാരണം ബാക്കി എല്ലാ നവോത്ഥാന നായികമാരെ കുറിച്ചും നമ്മൾ വ്യക്തമായി പഠിച്ചു പോയതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, D സുനന്ദാമ്മയാണ്. നമുക്ക് ബാക്കി ഓപ്ഷനുകളിലേക്ക് ഒന്ന് നോക്കാം. AV കുട്ടിമാളുവമ്മ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ എന്നറിയപ്പെട്ട നവോത്ഥാന നായിക ആരാണെന്ന് ചോദിച്ചാൽ അത് AV കുട്ടിമാളുവമ്മയാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ എന്നറിയപ്പെട്ട നവോത്ഥാന നായികയാണ് AV കുട്ടിമാളുവമ്മ. ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക അതും ആര് തന്നെയാണ്? AV കുട്ടിമാളുവമ്മയാണ് ഓപ്പ എന്നറിയപ്പെട്ട നവോത്ഥാന നായിക. കുട്ടിമാളുവമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1936 1946 കുട്ടിമാളുവമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിത ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും AV കുട്ടിമാളുവമ്മ. PSC ഒത്തിരി എക്സാമുകളിൽ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിത ആരായിരുന്നു എന്നുള്ള ചോദ്യം PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? AV കുട്ടിമാളുവമ്മയാണ്. ഓക്കെ, അപ്പോൾ AV കുട്ടിമാളുവമ്മയെക്കുറിച്ച് നമ്മൾ 4 പോയിൻ്റാണ് പറഞ്ഞത്. ഈ 4 പോയിൻറ്റും എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ AV കുട്ടിമാളുവമ്മയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ എന്നറിയപ്പെട്ടത്. ഓപ്പ എന്നറിയപ്പെട്ട നവോത്ഥാന നായിക ആരാണെന്ന് ചോദിച്ചാൽ അത് AV കുട്ടിമാളുവമ്മയാണ്. കുട്ടിമാളുവമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1936 46 കുട്ടിമാളുവമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ തന്നെ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിതയായിരുന്നു AV കുട്ടിമാളുവമ്മ. ഈ 4 പോയിന്റ്സ് മക്കളെ ഓർത്തു വയ്ക്കുക. അടുത്ത ഓപ്ഷനാണ് അക്കാമ ചെറിയാൻ. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അക്കാമ ചെറിയാനാണ് കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത്. ഒത്തിരി തവണ ചോദിച്ചാൽ മറ്റൊരു PYQ ആണ്. PYQ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ ആരാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാരാണ്? ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947 അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത്. 1947 എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ്. അതേപോലെ തന്നെ ദേശസേവിക സംഘം ചോദിച്ച ചോദ്യമാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ച നവോത്ഥാന നായിക ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും അക്കാമ ചെറിയാനാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ച നവോത്ഥാന നായിക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ നിസ്തുല സംഭാവനകൾ പരിഗണിച്ച് താമ്രപത്രം നൽകി ആദരിക്കപ്പെട്ട ഒരേ ഒരു ദമ്പതിമാരായിരുന്നു VV വർക്കിയും അക്കാമ ചെറിയാനും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ച്
താമ്രപത്രം നൽകി ആദരിക്കപ്പെട്ട ഒരേ ഒരു ദമ്പതിമാർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ അത് വി വർക്കിയും അക്കാമ ചെറിയാനുമാണ്. 1114 കഥ. ഓക്കെ, അപ്പോൾ 1114 കഥ എന്ന കൃതി രചിച്ചത്, ഈ ഒരു ചോദ്യവും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, PYQ ആണ്. അപ്പോൾ 1114 കഥ എന്ന കൃതി രചിച്ചതും അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതമൊരു സമരം. അപ്പോൾ അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതമൊരു സമരം. അതേപോലെ തന്നെ 1114 കഥ എന്നത് രചിച്ചത് അക്കാമ ചെറിയാനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയതായിട്ട് വന്ന ഉദ്യോഗാർത്ഥികളാണ്, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. 1114. ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അക്കാമ ചെറിയാൻ്റെ വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക എന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്കാമ ചെറിയാൻ്റെ വാക്കുകളാണ്. അപ്പോൾ അക്കാമ ചെറിയാനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടി പറയാം. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക്, മക്കളെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, മറന്നു പോകരുത്. 1 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജോവാൻ ഓഫ് ആർക്ക്, കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 1947 ദേശസേവിക സംഘം സ്ഥാപിച്ച നവോത്ഥാന നായിക. ദേശസേവിക സംഘം സ്ഥാപിച്ച നവോത്ഥാന നായികയാണ് അക്കാമ ചെറിയാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ച് താമ്രപത്രം നൽകി ആദരിക്കപ്പെട്ട ഒരേ ഒരു ദമ്പതിമാരാണ് വി വർക്കിയും അക്കാമ ചെറിയാനും. അക്കാമ ചെറിയാൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതി ഓർത്തുവച്ചോ, 1114 കഥ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അക്കാമ ചെറിയാൻ്റെയാണ്. ജീവിതം ഒരു സമരം എന്നതാണ് അക്കാമ ചെറിയാൻ്റെ ആത്മകഥ. ജീവിതം ഒരു സമരം. ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക എന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അതും അക്കാമ ചെറിയാൻ്റെ വാക്കുകളാണ്. സെറ്റാണല്ലോ. അടുത്തത് ആനി മസ്കറിൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിതയാണ് ആനി മസ്കറിൻ. കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിത ആനി മസ്കറിൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? നമ്മുടെ ആനി മസ്കറിനാണ്. ഏതു സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. വർക്കല ക്ഷേത്ര മൈതാനത്ത് വച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഈ പ്രസംഗം നടത്തിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ആനി മസ്കറിനാണ്. മക്കളെ ശ്രദ്ധിക്കുക. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. വർക്കല ക്ഷേത്ര മൈതാനത്ത് വച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഈ പ്രസംഗം നടത്തിയത് ആനി മസ്കറിനാണ്. അപ്പോൾ ആകെ 4 പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആനി മസ്കറിനുമായി ബന്ധപ്പെട്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിത. ശ്രദ്ധിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിത ആനി മസ്കറിൻ. കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിത ആനി മസ്കറിൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാ നേതാവ് ആനി മസ്കറിൻ. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. വർക്കല ക്ഷേത്ര മൈതാനത്ത് വച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഈ പ്രസംഗം നടത്തിയ വനിതയും ആനി മസ്കറിനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങളിലും അതിന് നേതൃത്വം നൽകിയ വനിതകൾ നമുക്കൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വച്ച 1 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, അതിന് നേതൃത്വം വെച്ച വനിത എന്ന് പറയുന്നത് TC കൊച്ചുകുട്ടിയമ്മയാണ്. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മി.
ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതിയാണ് നേതൃത്വം വെച്ചത്. അപ്പോൾ ക്ഷേത്രപ്രവേശന പരിപാടിക്ക് നേതൃത്വം വെച്ച വനിതാ നേതാവാണ് PM കമലാവതി. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് AV കുട്ടിമാളുവമ്മ. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് AV കുട്ടിമാളുവമ്മ. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്ര ആര്യപ്പള്ളം. ചോദിച്ച ചോദ്യമാണ്. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം വെച്ച വനിതാ നവോത്ഥാന നായിക അല്ലെങ്കിൽ വനിതാ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണ്. കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം K ദേവയാനി. അപ്പോൾ കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം K ദേവയാനി. തോൽവിറക് സമരം M കാർത്യായനിയമ്മ. ഒരു കാലത്ത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. തോൽവിറക് സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായിക അല്ലെങ്കിൽ ആരാണ് വനിതാ നേതാവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M കാർത്യായനിയമ്മ. അങ്ങനെയാണ് ഈ മക്കളെ തോൽവിറക് സമരം നടന്ന വർഷം എന്നാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയാവുന്നവരൊന്ന് എത്രയും പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോ. ഓക്കെ, തോൽവിറക് സമരം നടന്ന വർഷം എന്നാണ്. നമ്മൾ ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC വർഷങ്ങൾ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതാണ് തോൽവിറക് സമരം നടന്നത് എന്താണ്, അതേപോലെ തന്നെ കയ്യൂർ സമരം നടന്നത് എന്നാണ്, പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ്. അങ്ങനെ കുറേ സമരങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു. അപ്പോൾ തോൽവിറക് സമരം നടന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിലവിലത്തെ വർഷമാണ്. അപ്പോൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഗ്രേസി ആരോൺ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങളും അതിന് നേതൃത്വം നൽകിയ വനിതകളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമാണ് TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരത്തിന് ജയലക്ഷ്മിയാണ് നേതൃത്വം വച്ചത്. ക്ഷേത്രപ്രവേശന പരിപാടിയാണെങ്കിൽ PM കമലാവതിയാണ്. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് ആണെങ്കിൽ AV കുട്ടിമാളുവമ്മ. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയാണെങ്കിൽ ആര്യപ്പള്ളം. കളർക്കോട് പാടങ്ങളിൽ നടന്ന സമരമാണെങ്കിൽ K ദേവയാനി. തോൽവിറക് സമരം M കാർത്യായനിയമ്മ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയതാരാന്ന് ചോദിച്ചാൽ ഗ്രേസി ആരോണാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. സ്റ്റോക്ക് GK ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വരെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. കാരണം അതാണ് നമ്മളെ കാണിക്കുന്നത് സ്റ്റേജ് 1 എക്സാം നമ്മളെടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് ലെവലായിട്ടുള്ള PSCയുടെ സ്റ്റോക്ക് GK മുതൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ കറണ്ട് അഫെയർസ്, ഇതൊക്കെ ഇന്നത്തെ എക്സാമുകളിൽ നീളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരു കാരണവശാലും തെറ്റിപ്പോവരുത്. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല മക്കളെ. പഠിക്കുക, ശ്രദ്ധിക്കുക. വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉറുദു പത്രം, ഉറുദു മാസിക, ബംഗാളി പത്രം, ബംഗാളി മാസിക. ഉറുദു പത്രമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉറുദു പത്രമാണ്. ഉറുദു പത്രം. ഓക്കെ, നമുക്ക് കുറച്ച് പ്രസിദ്ധീകരണവും അതേപോലെ തന്നെ അതിന് നേതൃത്വം നൽകിയവരും ആരൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഉറപ്പായും മക്കളെ ശ്രദ്ധിക്കുക, ഉറപ്പായും ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. വരുന്ന 2025 ഏതൊരു എക്സാമിലും ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറാണ്. ശ്രദ്ധിക്കുക, നമുക്ക് പഠിക്കാം. സമ്പാദ് കൗമുദി മിറാത്തുൽ അക്ബർ ആരാണ് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. ഏതാണ് പ്രസിദ്ധീകരണം? സമ്പാദ് കൗമുദി മിറാത്ത് ഉൾ അക്ബർ. സമ്പാദ് കൗമുദി മിറാത്ത് ഉൾ അക്ബർ, രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്. ഒരു 5 പ്രാവശ്യം അങ്ങ് പറഞ്ഞോ. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ സെറ്റാവും. സമ്പാദ് കൗമുദി മിറാത്ത് ഉൾ അക്ബർ, രാജാറാം മോഹൻ റോയ്. അടുത്തത് പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ, സ്വാമി വിവേകാനന്ദൻ. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ, സ്വാമി വിവേകാനന്ദൻ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. അപ്പോൾ യങ് ഇന്ത്യ 1, 2 ഹരിജൻ, 3 ഇന്ത്യൻ ഒപ്പീനിയൻ, അതേപോലെ തന്നെ നവജീവൻ. 4 പ്രസിദ്ധീകരണങ്ങൾ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ. യങ് ഇന്ത്യ,
ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, മഹാത്മാഗാന്ധി. അടുത്ത് നോക്കിയേ, കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. BG തിലകാണ് ഏതെന്ന് പറയുന്നത്, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അടുത്ത് നോക്കിയേ, ബഹിഷ്കൃത ഭാരത് മൂകനായക് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അപ്പോൾ ബഹിഷ്കൃത ഭാരത് മൂകനായക് ഡോക്ടർ BR അംബേദ്കർ. ന്യൂ ഇന്ത്യ കോമൺവെൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ശ്രദ്ധിക്കുക. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബെസന്റ്. കോമ്രേഡ് മൗലാന മുഹമ്മദ് അലിയാണ് മൗലാന മുഹമ്മദ് അലി. ഹിന്ദു സ്വദേശി മിത്രം G സുബ്രഹ്മണ്യ അയ്യർ. അപ്പോൾ ഹിന്ദു സ്വദേശി മിത്രം G സുബ്രഹ്മണ്യ അയ്യർ. ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഓക്കെ, അപ്പോൾ ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ കൽക്കട്ട ജനറൽ അഡ്വൈസർ, അതർവൈസ് നോൺ ആസ് കൽക്കട്ട ജനറൽ അഡ്വൈസർ, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ബോംബെ ക്രോണിക്കിള് ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി എന്ന് പറയുന്നത് അരബിന്ദ ഘോഷ്. ദി ലീഡർ മദൻ മോഹൻ മാളവ്യ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷാണ് അമൃത ബസാർ പത്രിക. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. ഓക്കെ, അടുത്തത് യുഗാന്തർ. ഒത്തിരി തവണ ചോദിച്ചതാണ് യുഗാന്തർ. ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ ദത്തയും കൂടിയാണ് യുഗാന്തർ. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പ്രസിദ്ധീകരണം. നേഷൻ ആണെങ്കിലോ ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വന്ദേ മാതരം ലാല ലജ്പത് റായ്. അത് ഉറുദുവിലാണെങ്കിലാണ് ലാല ലജ്പത് റായും, വന്ദേ മാതരം ഇംഗ്ലീഷിലാണെങ്കിൽ അത് ബിപിൻ ചന്ദ്രപാലാണ്. പാരീസ് ഇന്ത്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഡം ഭിക്കാജി ഗാമയും വന്ദേ മാതരം എന്ന പത്രം എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പാരീസ് ഇന്ത്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഡം ഭിക്കാജി ഗാമയും വന്ദേ മാതരം എന്ന പേരിൽ പത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തതാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ മൗലാന മുഹമ്മദ് അലിയുടെ പത്രം വേറെയാണ്. അതേതാണ്? അതാണ് നിലവിൽ എന്തെന്ന് പറയുന്നത്, നിലവിൽ നമ്മുടെ ഹിന്ദു സ്വദേശി മിത്രം എന്നറിയപ്പെടുന്നതാണ് മൗലാന മുഹമ്മദ് അലിയുടെ പത്രം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേത് കോമ്രേഡാണ് മൗലാന മുഹമ്മദ് അലി. അപ്പോൾ കോമ്രേഡ് മൗലാന മുഹമ്മദ് അലി, ഹിന്ദു സ്വദേശി മിത്രമാണ് G സുബ്രഹ്മണ്യർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് അൽ ഹിലാൽ. ബംഗദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ ദേബേന്ദ്രനാഥ ടാഗോർ. ഗ്യാൻ പ്രകാശ് ഇന്ദുപ്രകാശ് ഗോപാൽ ഹരിദേശ് മുഖാണ്. ബോംബെ സമാചാർ ഫർദൂൻജി മസ്കാനാണ്. ഓക്കെ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി, അതേപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പ്രമുഖ സിദ്ധാന്തമായിരുന്നു ബ്രെയിൻ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിലവിൽ അങ്ങ് ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം കഴിഞ്ഞ എക്സാമിലും നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദാദാബായ് നവറോജിനെ എടുത്ത് PSC പൊക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദ ട്രിബ്യൂണാണ് ദയാൽ സിംഗ് മജ്ജിക്കിയ. ഓക്കെ, ദയാൽ സിംഗ് മജ്ജിക്തിയ. ഓക്കെ, അടുത്തത് ജാം ഇ ജംഷദാണ് PM മോത്തിവാല. ഓക്കെ, അപ്പോൾ ജാം ഇ ജംഷദ് PM മോത്തിവാല. അപ്പോൾ പറഞ്ഞ ഇത്രയും പ്രസിദ്ധീകരണങ്ങളും നേതൃത്വം നൽകിയ വ്യക്തികളെയും നമ്മൾ ഒന്നുകൂടി പറയാം. കാരണം ഇതെന്താണെന്ന് ചോദിച്ചാൽ പഠിക്കണം. കാരണം അതിൻ്റെ ഒന്നും ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായും പ്രതീക്ഷിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രസിദ്ധീകരണങ്ങളാണ് സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്.
പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ. യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ മഹാത്മാഗാന്ധി. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ 4 പത്രമായിരുന്നു യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. മഹാത്മാഗാന്ധി. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ. സമ്പാദ കൗമുദി മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്. അപ്പോൾ 5 പഠിച്ചങ്ങ് പോവാം. അടുത്തത് ബഹിഷ്കൃത ഭാരത് ഭൂകനായക് ഡോക്ടർ BR അംബേദ്കർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബഹിഷ്കൃത ഭാരത് മൂക്ക് നായക് ഡോക്ടർ BR അംബേദ്കർ. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസന്റ്. കോമ്രേഡ് മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലി. ഹിന്ദു സ്വദേശിമിത്രം G സുബ്രഹ്മണ്യ അയ്യർ. ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ എന്താണ് കൽക്കട്ട ജനറൽ അഡ്വൈസർ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി അരവിന്ദ ഘോഷ്. ദ ലീഡർ മദൻ മോഹൻ മാളവ്യ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. യുഗാന്തർ ബരീന്ദർ കുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ ദത്ത. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വന്ദേമാതരം ഉറുദുവിലാണെങ്കിൽ ലാഹോറിൽ നിന്ന് ലാല ലജ്പത് റായ്, പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടത്. അതേപോലെ തന്നെ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വച്ചേക്കുക. വന്ദേമാതരം ഇംഗ്ലീഷാണ്. ബംഗാൾ ബിപിൻ ചന്ദ്രപാൽ. അതേപോലെ തന്നെ സൊസൈറ്റി നേതൃത്വത്തിൽ അതായത് പാരീസ് ഇന്ത്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഡം ഭിക്കാജി കാമയും വന്ദേമാതരം എന്ന പേരിൽ പത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ബംഗദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറൻ ദേബേന്ദ്ര നാഥ ടാഗോർ. ഗ്യാൻ പ്രകാശ് ഇന്ദുപ്രകാശ് ഗോപാൽ ഹരി ദേശ്മുഖ്. അതേപോലെ ബോംബെ സമാചാർ ഫർദൂംജി മസ്കാൻ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദ ട്രിബ്യൂണൽ ദയാൽ സിംഗ് മജക്തിയ. ഇനി ജാം ഇ ജംഷദ് PM മോത്തിവാല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായും പഠിച്ചു വയ്ക്കുക. പ്രസിദ്ധീകരണങ്ങളാണ്. ഉറപ്പായും ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും 1 മാർക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണോ, തോമസ് പെയിൻ ആണോ, ജോർജ് വാഷിങ്ടൺ ആണോ, ഹെൻറി കോട്ട് ആണോ? നമുക്കറിയാം ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും പ്രസിദ്ധമായിട്ടുള്ള ഉദ്ധരണികൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. നമുക്ക് കുറച്ച് ഉദ്ധരണികളും അത് ആരുടെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖലയുടെ പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് തോമസ് പെയിൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ട്, ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതും തോമസ് പെയിൻ ആണ്. അപ്പോൾ ഏതെങ്കിലും വിദേശ ശക്തികൾക്ക്, അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയുമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. അപ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം
നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. കോമൺ സെൻസിൻ്റെ രചയിതാവിൻ്റെ പേനയില്ലായിരുന്നെങ്കിൽ വാഷിങ്ടൺ വാളുയർത്തിയത് വിഫലമായേനെ എന്ന് പറഞ്ഞത് തോമസ് പെയിനെ പറ്റി അങ്ങനെ അഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ് ആണ്. ഓക്കെ, അപ്പോൾ കോമൺ സെൻസിൻ്റെ രചയിതാവിൻ്റെ പേനയില്ലായിരുന്നെങ്കിൽ വാഷിങ്ടൺ വാളുയർത്തിയത് വിഫലമായേനെ എന്ന് തോമസ് പെയിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലം കുടിയേറ്റക്കാരുടേതിന് നേർ വിപരീതമായിരുന്നു. അവർക്ക് വ്യാപനം സങ്കോചിക്കലായും ജനാധിപത്യം നിഷ്ഠൂരവാഴ്ചയായും അഭിവൃദ്ധി ദാരിദ്ര്യമായും സ്വാതന്ത്ര്യം ബന്ധനമായും മാറി എന്ന് പറഞ്ഞത് ഹവാർഡ് സ്പോഡേക്കാണ്. അമേരിക്കൻ ചരിത്രകാരനുള്ള ഹവാർഡ് സ്പോഡേക്ക്. ഓക്കെ, അപ്പോൾ ഹവാർഡ് സ്പോഡേക്ക് ആണ് അമേരിക്കൻ ചരിത്രകാരൻ പറഞ്ഞതാണ്, തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലം കുടിയേറ്റക്കാരുടേതിന് നേർ വിപരീതമായിരുന്നു. അവർക്ക് വ്യാപനം സങ്കോചിക്കലായും ജനാധിപത്യം നിഷ്ഠൂരവാഴ്ചയായും അഭിവൃദ്ധി ദാരിദ്ര്യമായും സ്വാതന്ത്ര്യം ബന്ധനമായും മാറി എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ഹവാർഡ് സ്പോഡേക്കാണ്. ഓക്കെ, അമേരിക്കൻ ചരിത്രകാരനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള ഉദ്ധരണികൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. കോമൺ സെൻസിൻ്റെ രചയിതാവിൻ്റെ പേനയില്ലായിരുന്നെങ്കിൽ വാഷിങ്ടൺ വാളുയർത്തിയത് വിഫലമായേനെ എന്ന് തോമസ് പെയിനെ അഭിപ്രായപ്പെടുത്തിയത് ജോൺ ആഡംസ് ആണ്. ഇനി തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലം കുടിയേറ്റക്കാരുടെ നേർ വിപരീതമായിരുന്നു. അവർക്ക് വ്യാപനം സങ്കോചിക്കലായും ജനാധിപത്യം നിഷ്ഠൂരവാഴ്ചയായും അഭിവൃദ്ധി ദാരിദ്ര്യമായും സ്വാതന്ത്ര്യം ബന്ധനമായും മാറി എന്ന് പറഞ്ഞത് ഹവാർഡ് സ്പോഡേക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സൻ യാറ്റ് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? സൻ യാറ്റ് സെന്നിൻ്റെ തത്വങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. ഇതിൻ്റെ അകത്ത് ഏതാണ് സൻ യാറ്റ് സെൻ്റെ 3 തത്വങ്ങൾ എന്നുള്ളതാണ് നമുക്കിതിൻ്റെ അകത്ത് നിലവിൽ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കിട്ടേണ്ടത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അതായത് 1, 2, 3 ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ, നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. സൻ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ, അതായത് സൻ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് ചൈനയുടെ മാറ്റത്തിനായി സൻ യാറ്റ് സെൻ അവതരിപ്പിച്ച പരിപാടി, അതായത് 3 തത്വങ്ങൾ, 3 പ്രിൻസിപ്പിൾസ്. അതിനെ സാൻ മിൻ ചൂയി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സൻ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ ചൈനയുടെ മാറ്റത്തിനായി സൻ യാറ്റ് സെൻ അവതരിപ്പിച്ച പരിപാടിയാണ് ഈ പറയുന്ന 3 തത്വങ്ങൾ അല്ലെങ്കിൽ 3 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതർവൈസ് നോൺ എസ് സാൻ മിൻ ചൂയി. ദേശീയത, മഞ്ചൂറിയൻ പ്രദേശക്കാരെ മഞ്ചൂറിയ രാജവംശത്തെയും സാമ്രാജ്യത്വത്തെയും പുറത്താക്കുക. അപ്പോൾ ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ സൻ യാറ്റ് സെന്നിൻ്റെ പ്രധാനപ്പെട്ട 3 ആശയങ്ങളിലെ ആദ്യത്തെ ആശയമെന്ന് ചോദിച്ചാൽ അതാണ് ദേശീയത. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക. 2, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. അടുത്തതാണ് സോഷ്യലിസം. മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി
തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ 3 തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1 ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം. എന്താണ് ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ദേശീയത. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക. ഇതാണ് സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാൻ മിൻ ചൂയി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്, ഉറപ്പായും ഇനിയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസമാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് എന്തെന്ന് പറയുന്നത് സന്യാസൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ആധുനിക ചൈനയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് സന്യാസൻ. അപ്പോൾ ആധുനിക ചൈനയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് സന്യാസൻ. ദക്ഷിണ ചൈനയിൽ സന്യാസന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. അപ്പോൾ ദക്ഷിണ ചൈനയിൽ സന്യാസനിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. കുമിന്താങ് പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനായിരുന്നതും സന്യാസനായിരുന്നു. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റാണ് ഡോക്ടർ സന്യാസൻ എന്ന് പറയുന്നത്. സന്യാസൻ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെടുകയും ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളൂ. സന്യാസനിൻ്റെ 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അതേപോലെ തന്നെ ആധുനിക ചൈനയുടെ സ്ഥാപകനായിരുന്നു ആരെന്ന് പറയുന്നത് സന്യാസൻ. അതേപോലെ ദക്ഷിണ ചൈനയിൽ സന്യാസനിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടി ആയിരുന്നു ഏതെന്ന് പറയുന്നത് കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത്. കുമിന്താങ് പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനായിരുന്നത് സന്യാസനായിരുന്നു. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? സന്യാസനായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് പോയതാണ് ഈ ഒരു ടോപ്പിക്ക്. എന്താണ് ഈ പറയുന്ന നമ്മുടെ UN കുറിച്ച്, ഐക്യരാഷ്ട്ര സംഘടന. അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അതിൻ്റെ ക്ലാസ് വരാനിരിക്കുന്നുണ്ട്, കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാത്തിനും നന്നായിട്ട് ആൻസർ ചെയ്താനൊക്കെ ശ്രമിക്കുക. അപ്പോൾ UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ്? 193 അംഗങ്ങളാണ് ഉള്ളത്. UN ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം, അതായത് 193ാമത് അംഗമായ രാജ്യം. ഒത്തിരി തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യം ചോദിച്ചതാണ്. UN ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം, അതായത് 193ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ സുഡാനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ UN ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യമാണ് മക്കളെ ഏത്? ദക്ഷിണ സുഡാൻ. 193 ദക്ഷിണ സുഡാൻ. ദക്ഷിണ സുഡാൻ അംഗമായത് എന്നാന്ന് ചോദിച്ചാൽ 2011 ജൂലൈ 14 ദക്ഷിണ സുഡാൻ UN അംഗമായത്. 2011 ജൂലൈ 14. അപ്പോൾ ദക്ഷിണ സുഡാൻ UN അംഗമായത് 2011 ജൂലൈ 14. 193ാമത്തെ രാജ്യമായിട്ടാണ് ദക്ഷിണ സുഡാൻ UN അംഗമായത്. 192ാമത്തെ രാജ്യം ചോദിച്ചാൽ മോണ്ടിനെഗ്രോ ആണ്. 192 മോണ്ടിനെഗ്രോ. 191ാമത്തെ രാജ്യമാണ് കിഴക്കൻ തിമൂർ. 190ാമത്തെ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഒന്നുകൂടി പറയാം. 192 മോണ്ടിനെഗ്രോ, 191 കിഴക്കൻ തിമൂർ, 190 സ്വിറ്റ്സർലൻഡ്, 193 ദക്ഷിണ സുഡാൻ. ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30 ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത്. അപ്പോൾ ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത് എന്നാന്ന് ചോദിച്ചാൽ 1945 ഒക്ടോബർ 30 UN അംഗമായ 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ UN അംഗമായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ മക്കളെ എത്രാമത്തെയാ? 29ാമത്തെ രാജ്യമാണ്. 29ാമത്തെ രാജ്യം. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണോക്കോ. UN സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51 ആയിരുന്നു. 51ആയി ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപക അംഗമായി പരിഗണിക്കുന്നു. അങ്ങനെ പോളണ്ട് 1945 ഒക്ടോബർ 15 ഒപ്പുവെച്ചത്. പക്ഷേ UN സ്ഥാപക അംഗങ്ങളുടെ എണ്ണം എന്ന് ചോദിക്കുമ്പോൾ അത് 51.
50 പക്ഷേ എന്താണ് 51ാമത്തെ അംഗമായിട്ടുള്ള നിലവിൽ പോളണ്ടിനെയും എന്തായിട്ടുണ്ട് അംഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. UN അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ. ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് തായ്വാനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ UN അംഗമായ യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ, ഏഷ്യൻ രാജ്യം തായ്വാൻ. UN നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യമാണ് തായ്വാൻ. രണ്ടാമത്തെ രാജ്യം യൂഗോസ്ലാവിയ 1992 ഓർത്തു വയ്ക്കുക. അപ്പോൾ UN നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യമാണ് തായ്വാൻ, രണ്ടാമത്തെ രാജ്യം യൂഗോസ്ലാവിയ. UN അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ, ഏഷ്യൻ രാജ്യം തായ്വാനാണ്. UNO സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51. 51ാമതായി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ പോളണ്ടാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഐക്യരാഷ്ട്ര സഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണാക്കോ. UN അംഗമായ 29ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30. നമ്മൾ പറഞ്ഞു 193 ആരാന്ന് ചോദിച്ചാൽ ദക്ഷിണ സുഡാൻ, 192 മോണ്ടിനെഗ്രോ, 191 കിഴക്കൻ തിമോർ, 190 സ്വിറ്റ്സർലൻഡാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഓരോ ചോദ്യവും അത്രത്തോളം തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബേസ് പോലും ഇല്ലാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ നിർത്തി സെറ്റ് ചെയ്ത് തന്നെയാണ് പഠിച്ചു തന്നെയാണ് ഓരോ ചോദ്യങ്ങളും പോയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വൈകിട്ട് ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി 2001 to 2025 ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളും ഈ ടോപ്പിക്കും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്ക് ഉണ്ടാവും. അതിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബോർഡ് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതിൻ്റെ അകത്ത് നിങ്ങൾക്കത് ഉപയോഗപ്രദമാകണം. നിങ്ങൾക്കൊരു ജോലി ഉറപ്പായും കിട്ടണം. അതേപോലെ തന്നെ പഠിക്കാനായിട്ട് കാശില്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് പല ക്ലാസ്സുകളും കാണാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ സിലബസ് അതായത് എന്താണോ സിലബസിൽ പറയുന്നത് അതങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ നവോത്ഥാന നായികമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AV കുട്ടിമാളുവമ്മ, അക്കാമ ചെറിയൻ, ആനി മസ്കറിൻ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു. അത് മക്കളെ ഉറപ്പായും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും നേതൃത്വം നൽകും. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ രാജാറാം മോഹൻ റോയ്, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി, അതേപോലെ ഡോക്ടർ BR അംബേദ്കർ, പിന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ അരവിന്ദ ഘോഷ്, മോത്തിലാൽ നെഹ്റു, അതേപോലെ ലാലാ ലജ്പത് റായ്, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉറപ്പായും പഠിച്ചു വയ്ക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഉദ്ധരണികൾ എപ്പോഴും PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് ഉദ്ധരണികൾ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ജോൺ ആഡംസ്, അതേപോലെ തന്നെ നമ്മുടെ തോമസ് പെയിൻ്റെ, ജോൺ ലോക്കിൻ്റെ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതും എന്ത് ചെയ്യുക, സെറ്റാക്കി വയ്ക്കുക. സന്യാസിൻ്റെ 3 പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്തുള്ളതാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. വളരെ വ്യക്തമായി തന്നെ ഓരോന്നും എന്താണ് എന്നുള്ളത് വരെയും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു UN കുറിച്ചാണ്. UN ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് നിലവിൽ അപ്ലോഡഡ് ആണ്. അപ്പോൾ ആ ക്ലാസ്സും വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള NCERT SCERT ഫാക്റ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ.